അങ്ങനെ അതേ ഷൂട്ടിന് പോവുകയാണ്. 11 മണിക്ക് എന്നോട് എത്താൻ പറഞ്ഞിട്ട് 10:15 ഇപ്പം തന്നെയായി. ലേറ്റായിട്ടുണ്ട് എഴുന്നേക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം കൂമുള്ളി വെച്ചിട്ട് അരുൺ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്നെ കറക്റ്റ് ടൈമിന് അവൻ അങ്ങ് എത്തിച്ചോടും. ടെൻഷൻ വേണ്ട. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഷൂട്ട് ഡേയാ. സൺഡേ അല്ലേ? അപ്പം അങ്ങനെയാണ് ഗൈസ്. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്ന് ചോദിക്കേണ്ട. വർഷങ്ങൾക്ക് മുമ്പുള്ള കോസ്റ്റ്യൂമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒന്നോ മേടിക്കാനുള്ള ഒരു സമയം പോലും എനിക്ക് അവർ തന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ 2 ഞാൻ വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ഗൗണ് തന്നെയാണ്, ഒന്നൊരു ചുരിദാറും. 2 റീലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 റീലിന് തന്നെ ഒന്നിന് തന്നെ 1-2 മണിക്കൂർ എടുക്കും. റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നതാണ് ഈ ആൽബത്തിൽ. സീരിയലിൻ്റെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകാത്ത എന്തുകൊണ്ടെന്നറിയാം, അവർ പല ആംഗിളിൽ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ഫസ്റ്റത്തെ ടേക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മെനക്കെട് ഭയങ്കര മെനക്കെടാട്ടോ. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നിസ്സാരോ, പക്ഷെ അവർ അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടേത് പറയണ്ട മക്കളെ. ഞാൻ തന്നെ ടയേർഡായിപ്പോൾ. ഒരു 30 സെക്കൻഡിൻ്റെ റീൽ എടുക്കുക കേട്ടോ, അതിന് തന്നെ ഇത്ര ടയേർഡ് ഉണ്ടെങ്കിൽ ഈ 2.5 മണിക്കൂറിലെ സിനിമയൊക്കെ പറയണ്ട. ഏതായാലും ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം. ഓക്കെ, ടാറ്റാ. അങ്ങനെ ഡ്രൈവർ മാറി. ഡ്രൈവർ കുളിച്ച് കുറിയും തൊട്ട് വന്നിട്ടുണ്ട്. കുറിയാൻ കാണിച്ചു കൊടുത്തേ, അതിനൊരു കുറവുമില്ല. നീയാ ഉദ്ഘാടനം ചെയ്യുന്നത്? നീ ആണോ? നീയോ അല്ല. അപ്പം ശരി. അപ്പം അങ്ങനെയാണ്. മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചാൽ എപ്പോഴും മുടി അയച്ചിട്ടിട്ടല്ലേ വീഡിയോസ് ഉണ്ടാവാറ്. അപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ലിപ്സ്റ്റിക്ക് 2 ഷെയ്ഡ് ഒരുമിച്ചിട്ടു. കഴുത്തിലൊരു 3 മാല കുത്തിക്കേറ്റി. അതാ ഓൻ്റെ കാര്യമായിട്ടുള്ള മാല ഓൻ്റെ ഉണ്ട്. അങ്ങനെയാണ്. ഏതോ 2 പാട്ട് പറയുന്നുണ്ട്. ഒന്ന് മലരേ മൗനമായി. ഇഷ്ടപ്പെട്ട പാടാണ്. അതിന്റെ വേറെ ഫീമെയിൽ വോയിസ്. ആദി ജീവൻ കൊണ്ട് ദേഹം വാഴ്ത്തുകില്ലല്ലോ, ജീവൻ കൊണ്ട് എന്നതാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് കിളിയേ മണി മേഘത്തോപ്പിൽ ഒരു കഴിയുമെന്ന് വിചാരിക്കും. എനിക്ക് ഗൈസ് ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു നാട്ടില്. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടാ എന്താ അറിയോ, ഇവള് ശ്രദ്ധിക്കൂല. കെയർ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ ഞാൻ അവിടെ ഇറക്കിയിട്ട് എനിക്ക് ടൗണിൽ ചില്ലറ പരിപാടി ഉണ്ട്. ടാട്ടന്റെ കെയറിനെ പറ്റിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് തന്നെ. അങ്ങനെ കേട്ടോ, വിശ്വസിച്ച്. അപ്പൊ ടാട്ടന്റെ കെയറിനെ പറ്റി എല്ലാരും സംസാരിക്കല്. ഗോപാലേട്ടനൊന്നും അല്ല, അത് മറ്റേ വലുതാ, പാസ്റ്റർമാരുടെ അച്ഛന്മാരുടെ. അപ്പൊ അങ്ങനെയാണ്.
ലിപ്സ്റ്റിക്ക് കുറച്ച് കറുപ്പായി പോയോ എന്നൊരു ഡൗട്ട്. ഒരു ലൈറ്റും ഡാർക്ക് കൂടി ഒന്ന് മിസ്കാക്കിയതായി. മീശക്കല്ല, നിനക്കെന്നെ ഒരു വിരി കൂടുതലാ. മണിയുടെ ബസ്സിലുണ്ടോ? മണിയേട്ടൻ ഇന്നലെ വണ്ടി കണ്ടില്ല, അങ്ങോട്ട് പോകുമ്പോൾ കൂടെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഇനി ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് ബിഹൈൻഡ് ദ സീൻ കാണാം. ഓക്കെ, സരോവരം പാർക്ക്. ഓക്കെ, ബൈ. എൻ്റെ ക്യാമറാമാനും അവരൊക്കെ വിളിക്കാനുള്ളത് അങ്ങോട്ട് നടന്നു പോവാണ്. വരുന്നില്ല. എന്തോ ഗുണമെന്താ? ഈ മരയ്ക്ക് എടുത്ത വീഡിയോ ഇതിനെ കൊണ്ടെന്താ ഗുണം? തന്റെ വെയിറ്റ് താൻ തന്നെ എടുത്തിട്ട് സംഭവം സ്വന്തം വെയിറ്റ് പൊക്കാൻ അങ്ങനെ അങ്ങനെ ഇട്ടൂടല്ലോ, പൊട്ടിപ്പോ. ഓ തല ഇറങ്ങില്ല പേരിക്ക് തന്നെയാ അല്ലേ? ഇത്ര ആളുണ്ട് നമുക്ക് സുഖാര്യം. ഞങ്ങൾ സരോവരത്തിലെത്തിയപ്പോൾ ഞങ്ങളുടെ ക്യാമറാമാനും നായകനൊന്നും എത്തിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ വർക്കൗട്ട് ചെയ്യുന്നിടത്ത് അരുണ് കയറി എന്തെല്ലൊക്കെ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തോ എന്ന് ഓനും അറിയൂല. അപ്പോൾ അവിടെ ഓപ്പണായിട്ട് ഒരു ജിമ്മ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സരോവരത്തിൽ പോകുന്നത്. ഞാൻ അത്രയും വലിയൊരു സ്ഥലമാണ് സരോവരം പാർക്ക് എന്നുള്ളത് തന്നെ ഫസ്റ്റ് ടൈമാണ് അറിയുന്നത്. അപ്പോൾ പല എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അതെല്ലാം കൂടിയും അരുണെല്ലാം കൂടിയും പൊട്ടിച്ച് തലയിൽ തള്ളിയിടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും തലയിലൊന്നും വീണില്ല. അങ്ങനെ ഓരോന്നുമ്മലായിട്ട് ഈ മാടമ്പള്ളിയിലെ മാനസിക രോഗി ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അരുണാണ് എന്നുള്ളൊരു സത്യത്തെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ദിവസവും കൂടിയായിരുന്നു. കാരണം ഓരോ ഐറ്റംസിൻ്റെ അടുത്തെത്തുമ്പോൾ അവന് അതറിയാനുള്ളൊരു ഒരു ത്വര കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ മാടമ്പള്ളിയിലെ മാനസിക രോഗി അരുൺ തന്നെയെന്ന്. എന്ന് അവങ്കയൊക്കെ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുക, മാടമ്പള്ളിയിലെ മാനസിക രോഗി അരുണാട്ടോ. ഇനി ഞാൻ പറഞ്ഞു എന്ന് അവിടെ പോയി പറയാനും നിൽക്കണ്ടേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് റീലെടുക്കാമെന്ന് കരുതി. ആരുടെ തോളിലാണ് ഞാൻ ചാരിക്കിടക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കാണ് മനസ്സിലായതെങ്കിൽ കമൻ്റ് ഇടൂ. ആ ഒരു തോളെന്ന് പറയുന്നത് 1.5 തോള് തന്നെയാണ് മക്കളെ. അവിടെ ചാരി കിടക്കുമ്പം കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, വേറെ വിട്ട് നിൽക്കുമ്പം കിട്ടില്ല. അത് കഴിഞ്ഞതേ അടുത്ത തോള്. ഇത് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ. അപ്പം പലർക്കും ഞാനും അരുണും തമ്മിൽ റീലിടുന്ന സമയത്ത് കുരു പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ കുരു ഒന്ന് വലുതാക്കി പൊട്ടിക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട് എടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മകളും
ഞങ്ങൾക്ക് പിന്നെ ക്യാറ്റ് വാക്കാണ്, അതും ഈ റീലെടുത്തു. അങ്ങനെ ക്യാമറമാനും നായകൻ്റെ എൻട്രി കാണണമെങ്കിൽ ഇതാണ് എൻ്റെ നായകൻ. കണ്ടാ പറയില്ലല്ലോ. മുടിയൊക്കെ വെച്ച് കണ്ടില്ലേ? അന്ന് മുടി കുറവായിരുന്നു. ഇപ്പൊ മുടിയൊക്കെ ആയി. ഞാൻ പിടിക്കണോ? ഈ കോസ്റ്റ്യൂമല്ലേ? അപ്പൊ ഞാൻ കറുപ്പ് ഡ്രസ് വന്നാ കിട്ടും എന്നോട്. അരുൺ ബ്രോ എന്തൊക്കെയാണ്? എനിക്കൊരു വീഡിയോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റീലെടുക്കൽ തുടങ്ങി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓനെന്താ കാലെടുക്കുന്നത്, ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് എടുക്കുന്ന കേട്ടോ. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം, എന്തായാലും കുറച്ച് ദിവസം കഴിയും വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കാല് നടക്കുന്ന ഒരു സംഭവമാണ്, കാല് മാത്രം. ആ ഒരു ഷോട്ടാട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരേ ഷോട്ട് 2, 3, 4 പ്രാവശ്യം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോട്ട് റെഡി ആവാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞതിൻ്റെ അതിൽ നടത്തിക്കുന്നുണ്ട്. ആ ഒരു ക്യാമറാമാൻമാർ വിചാരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഷോട്ട് കിട്ടുകയുള്ളൂ നമ്മൾ നടന്നു കൊടുക്കേ ഒഴിവുള്ളൂ. അങ്ങനെ ആദ്യത്തെ ആ ഒരു ഷോട്ട് എടുത്തു. നടപ്പ് കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് മുടി കെട്ടാം എന്ന് കരുതി ഇതേ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് എടുക്കുക കേട്ടോ. 3 പ്രാവശ്യം 4 പ്രാവശ്യം കണ്ട് ഞാൻ മുടി കെട്ടിയിട്ടുണ്ട്. ഓന് പിന്നെ ഇത് പറയും, ടേക്ക് പറയും, പിന്നെയും മുടി കെട്ടും. ഇതന്നെ പരിപാടി. അങ്ങനെ രണ്ടാമത്തെ ഷോട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പാട്ട് ഫസ്റ്റ് വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കാണാനുള്ളൊരു ത്വര ഉണ്ടാവില്ലേ, എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്ത് ആ വീഡിയോ കിട്ടുള്ളൂ എനിക്കൊരു സമാധാനം ഉണ്ടാവാറില്ല. ഞാൻ എത്ര തവണ മെസ്സേജ് അയച്ച് ചോദിക്കുന്നറിയോ, റെഡിയായോ എന്ന്. എൻ്റെ കിളിയൊക്കെ ഇതിലോ പാറിപ്പോയൊരു ഷോട്ടാട്ടോ ഇത്. എത്ര തവണ വട്ടം കറങ്ങി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാരണം വട്ടം കറങ്ങുന്നതിനനുസരിച്ച് തല കറങ്ങും, സ്വാഭാവികമാണ്. അതെനിക്ക് മാത്രമല്ല, ആർക്കായാലും കറങ്ങും. അപ്പോൾ ആ ഒരു ഷോട്ട് മാത്രമേ എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ കറങ്ങിയതിന് ശേഷം ഞാൻ തന്നെ എന്നെ കണ്ടൊന്ന് ആസ്വദിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നേരത്തെ കറക്കത്തോടുകൂടെ കറക്കം നിന്നൂന്ന്. ഇല്ല ഗൈസ്, നായകൻ്റെ എൻട്രിയിലും ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന് മാത്രം കറങ്ങാൻ ഇതേതടേ സോങ് എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? കാരണം നായകൻ്റെ എൻട്രിയിലും എൻ്റെ ഈ ഒരു കറക്കമുണ്ട്. ശരിക്കും പറയാച്ചാൽ കറങ്ങി ഇന്ന് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളൊരു സത്യത്തെ ഞാൻ മനസ്സിലാക്കിയൊരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ കറങ്ങിയിട്ട് ദാസേട്ടൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നത് തല കറങ്ങിയിട്ടാട്ടോ. തല കറങ്ങിപ്പോയി. കാരണം ഒരുപാട് നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തല വട്ടം കറങ്ങുകയാണല്ലോ. അപ്പോൾ തല കറങ്ങുമല്ലോ പൊതുവേ.
ഒരു മൂവിയാണെങ്കിലും ഒരു ചെറിയൊരു റീലാണെങ്കിലും എത്രമേൽ ഒരാൾ ഹാർഡ് വർക്ക് ചെയ്താലാണ് അത് ഫിനിഷ് ആവുക എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അഭിനയിക്കുന്ന ആൾക്കാരെക്കാട്ടിലും അപ്പുറം ക്യാമറാമാനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കൊരു ടാസ്ക് പരിപാടി തന്നെ കേട്ടോ ഇത്. അഭിനയിക്കുന്നതാണെങ്കിലും ക്യാമറാമാനാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഭയങ്കര എന്താ പറയുക സ്ട്രെയിൻ ഉണ്ട്. പക്ഷെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ അതൊക്കെ ബ്ലറായി കിടക്കും. ഇവർ മാത്രം, നായകനും നായികയും മാത്രം മുൻനിരയിൽ. എന്താല്ലേ, ശരിക്കും അത് ഭയങ്കര വിഷമം തോന്നുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു റീലിൻ്റെ ലാസ്റ്റ് ആവാറായിട്ടുണ്ട്. ഇനിയാണൊരു സ്പെഷ്യൽ ഐറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തുന്ന ആൾക്കാർക്ക് പറഞ്ഞ് പരത്താനായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ഇട്ട് തരാം. അതെന്താണെന്നല്ലേ? ദേ കണ്ടോളൂ, ദേ നോക്കൂ. നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് ട്രോളുകളെ. ദേ ജസ്ന സലീമിൻ്റെ മടിയിൽ ദാസേട്ടൻ. പണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മളെ പാലക്കൽ അമ്മായി ഒരു കമൻ്റ് ഇട്ടേക്ക്. എന്തായിരുന്നു ആ കമൻ്റ് എന്നുള്ളത് ഗൈസ് എന്നോട് മറന്നുപോയി. തള്ളക്ക് സുഖിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഇതിന് അമ്മായി എന്നാ കമൻ്റ് ഇടൂ എന്നുള്ളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും എന്നുള്ളതൊന്നും അറിയാനുള്ളൊരാകാംക്ഷ. ഞാൻ ഈ ഷൂട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പറഞ്ഞു കേട്ടോ, പാലക്കൽ അമ്മായിക്ക് പുതിയ കമൻ്റ് ഇടാനുള്ളൊരു കാര്യമായി എന്നുള്ളത്. ഇത് ലാസ്റ്റ് ഷോട്ടായിരുന്നു കേട്ടോ. ദാസേട്ടൻ എൻ്റെ മടിയിൽ കിടക്കുന്ന ഒരു ഷോട്ട്. അപ്പം ഇത് കാണുമ്പം കുരു പൊട്ടുന്ന എത്ര ആൾക്കാരുണ്ടാവും എൻ്റെ കർത്താവേ. അപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പം മഴയത്ത് നിന്നിട്ടും ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ മഴയത്ത് നനയാതിരിക്കാൻ ചൂടിയ തട്ടത്തിൻ്റെ ഒരു കൊല നിങ്ങൾ കണ്ടില്ലേ? ഞെറ്റ് ചൂടിയാൽ മഴ കൊള്ളാതിരിക്കുമെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞൊരു ദിവസവും കൂടിയാട്ടോ. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു സോങ്ങിൻ്റെ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റ് ഷോട്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലല്ല, ഇത് ശരിക്കും ലാസ്റ്റ് ഷോട്ട് തന്നെയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് എൻ്റെ പട്ടി ഷോ വീഡിയോസ് എടുക്കാമെന്ന് കരുതി എൻ്റെ സിംഗിളായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്തു. അന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു അരുണിനെയും കൂടിയും സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന്. ആദ്യം സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചേട്ടായിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഞാൻ തിരിഞ്ഞ് കരയും എന്നുള്ളത് ചേട്ടായിക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ചേട്ടായി സ്ക്രീനിലേക്ക് വരാമെന്ന് പറഞ്ഞു. അടുത്തത് ചേട്ടായിയുടെ എൻട്രി ആട്ടോ. അന്നപ്പോഴേക്കും മഴയൊക്കെ ചോർന്ന് പോയിട്ടുണ്ടായിരുന്നേ. മഴയ്ക്ക് പോലും ഞങ്ങളെ ഇഷ്ടമില്ല എന്ന് കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു റീലായിട്ട് എടുക്കാൻ വിചാരിച്ചതായിരുന്നേ. അപ്പം ഇത് തന്നെ ദാസേട്ടൻ്റെ ഒരു ഷോട്ടിലും വന്നിട്ടുണ്ട്. ഞാൻ അല്ലാതെ സിംഗിളായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇതൊന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇത് റീലായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീലായിട്ട് വരുന്നത് ഈ കമൻറ്റ് ട്രോളുകൾക്ക് മാക്സിമം കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. ആ വീഡിയോയും കൂടി ഒന്ന് നമ്മൾ കണ്ടു നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും? ഏറ്റവും കൂടുതൽ കമൻറ്റ് വരിക എന്താണെന്നറിയോ? ഇവൻ ആങ്ങള തന്നെ, ഞങ്ങൾ വിശ്വസിച്ചു, ആങ്ങളെയും പെങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കാണാം. നമുക്കൊരാൾ നമ്മുടെ പാർട്ട്ണറായിട്ട് അഭിനയിക്കാൻ വന്നാൽ അത് ആര് തന്നെയായാലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ്. അതിപ്പം ഇന്ന് എന്നെയും അരുണിനെയും കുറിച്ചാണെങ്കിൽ നാളെ ദാസേട്ടനെയും എന്നെയും കുറിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയും നെഗറ്റീവ് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു റീൽ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു റീലാണ് നെഗറ്റീവ് ട്രോളുകൾക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. ഈ സെക്കൻഡ് ലൊക്കേഷൻ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും, അല്ല വേറെ ലൊക്കേഷൻ. അമ്പികയിൽ ചോറ് കഴിക്കാൻ പോവുകയാണ്. എടുക്കൊന്ന് മഴ കിട്ടി. അപ്പം അങ്ങനെയാണ്. ഒന്നെടുത്തപ്പോഴേക്കും ഇന്ന് തളർന്നു.
ചുറ്റിക്കാണാൻ കുറേ ഉണ്ട്. എൻ്റെ കൂടെ ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാൻ അതൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇവരെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മുടെ സരോവരത്തിലേക്ക് എൻട്രി ടിക്കറ്റ് കൊടുക്കുന്ന ആളാണ്. അപ്പം എന്നോട് ചോദിച്ചു എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു ഞാനൊന്ന് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഓ ചെയ്തോളീന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ആ ഒരു സന്തോഷം കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു എന്താ പറയുക സന്തോഷമാണോ ബഹുമാനമാണോ എന്തൊക്കെയോ തോന്നിയിട്ടോ എനിക്ക്. പാവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനതൊരു റീലായിട്ടും കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നുള്ള അറിയില്ലല്ലോ, പക്ഷേ ചെയ്തോളാൻ പറഞ്ഞു. എല്ലാവരും ചോറുണ്ടാൻ പോകുക. എൻ്റെ മോള് മൂത്രമൊഴിച്ചു. ചെറിയ കുട്ടിയാണ്, 12 വയസ്സായ മോള് സ്നഗ്ഗി ഇടാതെ നടന്നത് കൊണ്ട് മൂത്രമൊഴിച്ചു. ലെനിയെ എവിടുന്നാ മൂത്രമൊഴിച്ചേ? മൂത്രമൊഴിച്ചു. മമ്മിയുടെ മോള് മൂത്രമൊഴിച്ചു. ഞാനവിടെ ഒരു സൈഡിലിരിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കാൻ വന്നതാ. അപ്പോൾ അവിടെ നനവുണ്ടായി, മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇവക്ക് പറ്റൂല. എനിക്ക് ചെമ്മീൻ പറ്റൂല. ഈ ചെമ്മീൻ ഇപ്പൊ അടുത്തോട്ട് പോയി അയില പറ്റൂല. ചില ആൾക്കാർക്ക് സ്രാവ് പറ്റൂല. എനിക്ക് സ്രാവ് അയില ഒക്കെ പറ്റും. പക്ഷെ ചെമ്മീൻ ഒരു 2 കഷ്ണം എടുത്ത് തിന്നോ അപ്പൊ തുടങ്ങും വോമിറ്റിങ്. അയ്യേ ചിക്കൻ അല്ലേ കല്യാണ ബിരിയാണി ടേസ്റ്റ്. കല്യാണ ബിരിയാണിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാല മസാല തീരല്ല. ഞാനും ഭാര്യയായിരുന്നു. നീ ബീഫ് തിന്നാൻ മതി, നീ എന്നെ തിന്നാൻ പറ്റില്ല. ഒക്കത്തിൽ ഞാൻ തുപ്പിടും. എന്റെ കൂന്തൽ കട്ട് തിന്നവൻ, കക്കാൻ പ്രേരിപ്പിച്ചവൻ. പിന്നെ വേറൊരു കള്ള കള്ള. അങ്ങനെ ചോറിന്ന് വന്നതിന് ശേഷം അടുത്ത സോങ് ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും കോസ്റ്റ്യൂമൊക്കെ മാറി. കോസ്റ്റ്യൂം വാഹനത്തിൽ നിന്ന് തന്നെ മാറി കേട്ടോ. അങ്ങനെ മാറിയിട്ട് അടുത്ത ഒരു റീലെടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനും ദാസേട്ടനും കൂടിയിട്ട് ഒരു ചെറിയൊരു ഡാൻസ് പോലെയാട്ടോ ചെയ്തത്. എല്ലാം ഒരേപോലെയുള്ള വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഡാൻസ് ആക്കി. അങ്ങനെ അതിൻ്റെ റീലെടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരോവരത്തുനിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ ഓഡിറ്റോറിയോ എന്താണെന്ന് എനിക്കറിയില്ല. സരോവരത്തിലേക്ക് പോകുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പം നല്ല എന്താ പറയുക, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇതും. പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളത് റീലിറങ്ങുന്ന സമയത്ത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് പറയാത്തത്.
തലങ്ങും വിലങ്ങും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടറിയാൻ നിങ്ങൾക്ക് ഒരാകാംക്ഷ ഉണ്ടാവും. ഞാൻ വിചാരിച്ച് റീലിറങ്ങട്ടെ, അപ്പം കാണാമല്ലോ. അപ്പം എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ പട്ടി ഷോ എന്നുള്ളത് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. റീലെടുത്ത് കഴിഞ്ഞതിന് ശേഷം പല പോസിലായിട്ട് കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു, ഞാനെടുത്തു. പിന്നെ മക്കളും ഞാനും കൂടി ഒരുമിച്ചുള്ളതെടുത്തു. അവൻ എന്നോട് ചോദിച്ചു മക്കളുടെ കൂടെയുള്ള ഫോട്ടോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയും പോസ്റ്റ് ചെയ്യാറില്ല, അറ്റ്ലീസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് എങ്കിലും ആക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതും ഇല്ല, ഞങ്ങൾക്ക് തന്നെ കണ്ട് ഞങ്ങൾക്ക് തന്നെ തൃപ്തി അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നാളോടെയുള്ള ഫോട്ടോസ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓൻ തന്നെ ചിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും എടുത്ത് ഇന്നത്തെ ഒരു ഷൂട്ട് ഡേ അവസാനിപ്പിച്ചത് ഒരു റീലിലൂടെ കേട്ടോ. ഞാനും അരുണും ദാസേട്ടനും ചക്കോടിയും, ക്യാമറാമാൻ്റെ പേരാട്ടോ ചക്കോടി, വിപിൻ എന്നാണ് പേര്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു സോങ് എടുത്ത്, ഏത് നമ്മുടെ ഫ്രണ്ട്സിലെ സോങ് കേട്ടോ, അതൊക്കെ എടുത്ത് അത് അവിടുന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് മടങ്ങിയത്. അങ്ങനെ ഷൂട്ടൊക്കെ അവിടെ കഴിഞ്ഞു. നല്ല ലേറ്റായിട്ടോ, രാവിലെ കണ്ടും പോയതല്ലേ. 2 റീലാണ് എടുത്തത്, 2 കോസ്റ്റ്യൂം ഇട്ടിട്ട്. പിന്നെ അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്ന് എടുത്തു. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഒക്കെ കഴിഞ്ഞ് അരുണുണ്ടായിരുന്നു, അരുണിൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഓരോരുത്തരായിട്ട് ബൈക്കിലിറങ്ങിയപ്പം നമ്മൾ 3 പേരും വീണ്ടും ഒറ്റക്കായി. അപ്പോൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിലെത്തി ആദ്യം കുളിക്കണം, കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഞാൻ ചെരുപ്പിടാതെ റീലെടുക്കൽ ദാസേട്ടൻ്റെ കൂടെ മാത്രമാണ്. കാരണം ദാസേട്ടന് ഞാൻ ഹൈറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഫുള്ള് ഹീൽസാണ് ഉള്ളത്. അപ്പം എനിക്ക് ആകെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ചെരുപ്പായി ഉള്ളത്. പിന്നെ അതും എന്നോട് പെട്ടെന്ന് നടക്കുമ്പം സ്ലിപ്പായി പോയിട്ട് അത് ഞാൻ അവിടെ അയച്ചു വെച്ച് എല്ലാവരും ഇങ്ങനെ നടക്കുന്നതും തുപ്പുന്നതൊക്കെ സ്ഥലമല്ലേ. അപ്പം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇറിറ്റേഷൻ. അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയാലേ സത്യം പറയാച്ചാൽ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പം അങ്ങനെയാണ്. റീല് 2 ദിവസം കഴിയുണ്ടാവും ഇറങ്ങാൻ, കാരണം എഡിറ്റ് ചെയ്തൊക്കെ ആയി വരണ്ടേ. ഞാനതാ പറഞ്ഞ 30 സെക്കൻഡിൻ്റെ റീലാണ് എടുക്കാൻ പോയത്. ഞങ്ങൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 6 മണിയോ 6 മണിയായി. അപ്പം 30 ഒന്ന് 20 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഒരു റീല്, ഒന്ന് 30. ടോട്ടൽ 50 സെക്കൻഡാണ്. 1 മിനിറ്റും കൂടിയില്ല നമ്മൾ ഇത്രയും സമയം എടുത്ത് ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെ അവസ്ഥ. ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ റീല് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഒരു ചായ ഇട്ട് കുടിക്കുക. എന്താ സുഖം. നല്ല ചൂട് പരിപ്പ് കട കിട്ടിയാൽ തിന്നണമെന്നുണ്ട്. പക്ഷെ എവിടെയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാണാത്തതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ റീൽസ് വിശേഷങ്ങൾ. എൻ്റെ വരയൊക്കെ അവിടെ സൈഡിലായിപ്പോയി. വർക്ക് ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയില്ല. ഇനി പോയിട്ട് വേണം വർക്ക് ചെയ്യാൻ. എല്ലാം കൂടി ഞാൻ ഒരാൾ ചെയ്യണ്ടേ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.